ഓണത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഇനിയിപ്പോൾ ഓണം എത്താറായല്ലോ. പിന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചത്. ഓണം വിഷുവൊക്കെ ആകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ പുറത്തെടുക്കുക. ബാക്കി ദിവസങ്ങളിലൊന്നും നമുക്ക് ഇത്രയും വെയിറ്റുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഏകദേശം നല്ല രസമായിട്ട് ഇതൊരു ബ്ലാക്ക് കളർ അടുപ്പിച്ചാവാറായിട്ടുണ്ട്. അതുപോലെ വൃത്തികേടായിട്ടുണ്ട് ഈ ഉരുളി. അപ്പോൾ ഉരുളി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് കുറച്ച് പുളിയും പിന്നെ ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെക്കും. അപ്പോൾ ഈ പുളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടി. ഈ പുളി ആ വെള്ളം ഇരിക്കുന്ന അത്രയും ഭാഗം തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റേ വെച്ചുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ പുളിയും ബേക്കിംഗ് സോഡയും വെച്ചിട്ട് തന്നെ ഈ ഉരുളി ഫുള്ളായിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. വെറുതെ ആ പുളിയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആവട്ടെ എന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം ഇനി പീതാംബരിയാണ് ഉപയോഗിക്കുന്നത്. പീതാംബരി വെച്ചത് അങ്ങനെ ഒന്ന് തൊട്ടാൽ മതി, പെട്ടെന്ന് ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടുന്നുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് ഇതിങ്ങനെ ഉരച്ചെടുക്കുക. ഇതും ഒന്ന് ഉരച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുന്നുണ്ട്. ഈ പീതാംബരി ഉരുളിയുടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതിയാവും. ബേക്കിംഗ് സോഡയുടെ ഗുണമാണോ പുളിയുടെ ഗുണമാണോ അതോ ഇനി ഈ പീതാംബരിയുടെ ഗുണമാണോ ഒരു പിടുത്തവുമില്ല. എന്തായാലും സാധനം വെളുത്ത് കിട്ടണമല്ലോ, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കറക്റ്റായിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് ബാക്ക് സൈഡും ഫ്രണ്ടിലും ഒക്കെ ഉൾഭാഗത്തും ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ പച്ച കളറൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ്. അതിനുള്ളിൽ ഒരുപാട് ഉണ്ടായിരുന്ന വെള്ളമൊക്കെ മാറ്റിയിട്ട് ബാക്ക് സൈഡ് നോക്കി വെറുതെ ഒന്ന് തൊട്ടാൽ മാത്രം മതി. അപ്പോഴേക്കും നല്ലപോലെ വെളുത്ത് കിട്ടുന്നുണ്ട്. വെളുത്തല്ല, ഇതിൻ്റെ ഒറിജിനൽ കളറിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് ബാക്ക് സൈഡ് ഇതുപോലെ ക്ലീൻ ചെയ്യുക, ഉള്ളിലും ഇതുപോലെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഓണക്കാലം ആവാറായിട്ടുണ്ട്. ഈ വക സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുമെന്നൊക്കെയാണ് ഞാനും പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് വേഗം ക്ലീൻ ആവുമെന്ന് മനസ്സിലായി. അപ്പോൾ സംഭവം ക്ലീൻ ആയിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ എന്തൊരു മനസ്സമാധാനം എന്നറിയോ. ഇതിങ്ങനെ ക്ലീൻ ആയിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ ഒരു ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്താൽ എന്താണെന്നൊക്കെ തോന്നും. അപ്പോൾ പക്ഷേ അധികം സമയം എടുക്കാതെ തന്നെ നമുക്ക് പുളിയും ബേക്കിംഗ് സോഡയും ഈ ഒരു പീതാംബരിയൊക്കെ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പായസം ഉണ്ടാക്കാം അല്ലേ.